Welcome to Ivory Coast. Hello. Chumi chubi chan. Come chun. I love her. You like my hair? Yeah, I only give me. You wanna touch my hair? നമ്മള് ഡെറ്റോളിന്റെ കുപ്പി പോലെ മദ്യമാണ് ഇവിടെ അടിക്കുക ചെയ്യുന്നത്. நீங்க வந்ததுக்கு ரொம்ப நன்றி. so happy. ഞാൻ എന്താ വന്ന് നന്ദി சொல்லണം. നീങ്ങതാ എന്നെ ഹോസ്റ്റ് பண்ணிட்டு. ഇദ്ദേഹമാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ തലവൻ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ലൈബീരിയ. എല്ലാവർക്കും ഹലോ നമസ്കാരം. ഇശകിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സാനിക്കുലി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. സാനിക്കുലി എന്ന് പറയുന്നത് നോമി എന്ന് പറയുന്ന കൗണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പോലെയാണ്, ഇന്ത്യയിലെ സ്റ്റേറ്റ് പോലെയാണ് ഇവിടെ കൗണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു കൗണ്ടിയിൽ നിന്ന് ഞാൻ സ്വാഗതം പറയുകയാണ്. ഐവറി കോസ്റ്റിന് വളരെ അടുത്തും ഗിനിക്ക് വളരെ അടുത്തുമാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് സാനിക്കുലി. ഇവിടെ നിന്ന് ഒരു 40-50 കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ. 30 തൊട്ട് 50 കിലോമീറ്ററിൻ്റെ അകത്ത് ബോർഡറിൽ പോയിട്ട് ഞാൻ ഐവറി കോസ്റ്റിലോട്ട് പോകാനുള്ള ഒരു പ്ലാനാണ്. ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെയാണ്, നമ്മുടെ മലയാളി ഒരു ചേട്ടന്റെ വീട്ടിലാണ് കേട്ടോ. ആ ചേട്ടൻ ഇവിടെ വന്നു. മോർണിംഗ് എന്നിട്ട് സുഖമല്ലേ? റെഡിയായി ഇറങ്ങാം. പുള്ളി കോമഡിയാണ് കേട്ടോ, പുള്ളി ഫുള്ള് അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് നമ്മുടെ ഫ്രീ ടൗണിൽ പോയപ്പോൾ അവിടെ വേറൊരു മലയാളി ചേട്ടനുണ്ട്. പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ പുള്ളി വേറൊരു പയ്യനുണ്ട്, ആ പയ്യനിട്ട് താറ്റുന്ന രീതിയുണ്ട്. എനിക്കന്ന് അവിടെ പോയിട്ട് ഒരു വെഡിങ് ആനിവേഴ്സറി ഞാൻ വീഡിയോ കാണിച്ചായിരുന്നു, അതിലൊരു ഫോട്ടോ കാണിച്ചു. പുള്ളി അതിലുള്ളതാണ്. പുള്ളിയുടെ താറ്റത് അയ്യോ. അപ്പം പുള്ളിയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അങ്ങ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഒരു മുസ്ലിം ആരാധനാലയമാണ്. അതായത് ഈ ഗിനിയിൽ നിന്നൊക്കെ ധാരാളം ആളുകളൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. അവരുടെ ഫോള എന്ന് പറയുന്ന ഒരു ട്രൈബ് വിഭാഗമാണ് കേട്ടോ. അവർ ഒരു മുസ്ലിം ആളുകളാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്കിവിടെ ധാരാളം മലിംഗോ എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് അവിടെയും നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ ടൗണിലോട്ട് പോകും, അവിടെയും ഒരു മുസ്ലിം പള്ളി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗിനി വളരെ തൊട്ടടുത്താണ്. I reach? If you reach 76, how many countries have you seen? The country is not passing. You check it 11 or 76. Yes, 76. Yeah, 111, 76. You reach 76 now? Yeah, this is 76. Yeah. How many moose? How many pigs? Now I'm going to Ivory Coast. How many moose? 6 years. Yeah. ഞാനിവിടെ തൊട്ടപ്പുറത്തുള്ള കടയിൽ വന്നതാണ്. ഇവരുടെ മക്കളാണ് കേട്ടോ. പുള്ളിക്കാരൻ വിളിച്ചിട്ട് അവരുടെ മക്കളടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കാന്ന് പറഞ്ഞാണ്. ഇവരുടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഒന്നും മനസ്സിലാവൂല. എന്തെങ്കിലും 2-3 ഇംഗ്ലീഷ് ആക്കണ്ട. ഹലോ, ഹൗ ആർ യു? You have a nice hair. Thank you. You too. I love her. You like my hair? Yeah, I only give me. You wanna touch my hair? Can. Okay. How's it? It's good? It's good. You wanna touch my hair too? You wanna touch my hair too? അവൾക്ക് നാണം കേട്ടോ, നാണം. You're shy? You're feeling shy? Yeah, this guy is good. This is your last opportunity. I'm going to Ivory Coast. ഇവിടെ ഒരു ബാഗ് വിൽക്കുന്ന കടയാണ്. നമ്മുടെ പുള്ളിയുടെ കട ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ. അവരുടെ കോൾഡ് സ്റ്റോറേജ് എന്തോ ആണ്. ഇവിടെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ ആയിട്ട് നമ്മുടെ ഒരു ലൈവായിട്ടുള്ള ഒരു വലിയൊരു മാർക്കറ്റാണ് ആ കാണുന്നത്. ഇവരുടെ come on. I say you handsome. Handsome? Yeah. One second, say. Say it please. I said you very very handsome. ഇവര് ഹാൻസത്തിനെ പറയുന്നത് ഹംസം എന്നാണ് കേട്ടോ. ഇന്നലെ ഞാനൊരു കടയിൽ നിന്നപ്പം ഏതോ ഒരു പെണ്ണ് യു ആർ വെരി വെരി ഹംസം എന്ന് പറഞ്ഞ കേട്ടോ. അപ്പൊ ഞാൻ മനസ്സിലായില്ല, കാരണം ഇതെന്ത് ഹംസമാ അവരുദ്ദേശിച്ചത്. ആക്ച്വലി ഹാൻസം ആണ് കേട്ടോ. ബ്രോ ഹായ് പറയ്. ഇതാണ് നമ്മുടെ ബ്രോന്റെ പേരെന്താ? അർജുൻ ബ്രോ ആണ് കേട്ടോ ഈ കാണുന്നത്. You want my hair? Yeah, me put on my hair. You'll get, you know. ഞാനിങ്ങനെ വഴി കൂടെ നടന്നു ഓരോ ആൾക്കാര് മുടിയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. എനിക്ക് ധാരാളം പ്ലെന്റി ഓഫ് ഹെയർ ഉണ്ട്, അവർക്ക് കുറച്ച്
ഹെയർ കൊടുക്കാനാണ്. ഞാനൊരു ഇവിടുത്തെ പബ്ലിക് മാർക്കറ്റ് ഇല്ലേ, പബ്ലിക് മാർക്കറ്റിന്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ പബ്ലിക് മാർക്കറ്റ് വരുന്നത്. നമ്മുടെ മാർക്കറ്റിന്റെ ഉൾഭാഗം. മാർക്കറ്റിൽ അവര് പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വിൽക്കുന്ന ഒരു സംഭവമാണ്. പാക്കണം. താങ്ക് യു. മാമനും മോനും അടിച്ചുപൊളി കേട്ടോ. അവന്റെ മാമനാണ് കേട്ടോ ഇത്. മാമനും മോനും അടിച്ചുപൊളിക്കണേ. ചേട്ടാ കാണാം. ഇവിടെ പറയുമ്പോ എന്റെ ഫോട്ടോ എടുക്കാണ്, മക്കൾ വന്നിട്ട് എടുക്കാണ് കേട്ടോ. Other people from there 400. No, 400. You take another people. You take another people from there. Huh? 500. Okay. Bye. You buy, yo. Okay. Taking my photo? Yeah. You're my friend. You're my friend. No, not yours. It's mine. The motorbike carry. Brother, you go to the border, right? Hey, you take my photo. You No, not you. It's me. Yeah, it's mine. അച്ചാറ് കുപ്പിയിൽ അവര് പെട്രോൾ നിറച്ചിടുവാണ്. അച്ചാറ് കുപ്പിയിലാണ് കേട്ടോ ഇവിടെ എല്ലാ പരിപാടിയും. ഇവിടെ അങ്കിള് പറയാണ്, പുള്ളി പറയാണ്, പുള്ളി ഇവിടെ കൊണ്ടുപോകാനല്ല കേട്ടോ. വാട്ട്സ് യുവർ നെയിം? നിമി. പുള്ളി കേട്ടില്ല ഇവിടെ. ആ ഗെയിം എന്നാണ് കേട്ടോ. ഇവരാരും ക്യാമറ ഫ്രണ്ട്ലി, അങ്ങനെ എല്ലാരും ക്യാമറ ഫ്രണ്ട്ലി അല്ല. കുറച്ച് പ്രശ്നമാണ് കേട്ടോ ക്യാമറ കാണാൻ. യു ഡോണ്ട് ഷോ യുവർ ഫേസ്. യു സൈ നമ്മുടെ എമിഗ്രേഷനിൽ സ്റ്റാമ്പ് അടിച്ചു. ഇദ്ദേഹമാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ തലവൻ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ലൈബീരിയ. ലൈബീരിയയിൽ ആരും എൻ്റെ അടുത്ത് പൈസ ഒന്നും ചോദിച്ചില്ല. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നെക്സ്റ്റ് ഐവറി കോസ്റ്റിലോട്ടാണ്. ടൂറിസ്റ്റ്. താങ്ക് യു. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ ലൈബീരിയ ക്രോസ് ചെയ്തു. ഇനി ഐവറി കോസ്റ്റിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. വെൽക്കം ടു ലഗോട്ടോ ലൈബീരിയ. ഞാൻ വെൽക്കം പറയട്ടെ, കാരണം ലൈബീരിയയിൽ നിന്ന് എക്സിറ്റ് ആണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡാണ്. ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു പുഴ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഐവറി കോസ്റ്റിലുള്ള കുട്ടികൾ തന്നെ ഹായ് കാണിക്കുവാണ്. കുട്ടികളെ, ഇവിടെ ആരും എൻ്റെ അടുത്ത് കയറിയപ്പോഴും കൈക്കൂലി ചോദിച്ചില്ല, ഇറങ്ങിയപ്പോഴും ഹായ് ബോസ്. കയറിയപ്പോഴും കൈക്കൂലി ചോദിച്ചില്ല, ഇറങ്ങിയപ്പോഴും കൈക്കൂലി ചോദിച്ചില്ല. അതുകൊണ്ട് ലൈബീരിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈബീരിയ എന്ന് പറയുന്ന രാജ്യം മാത്രമാണ് ഈ ഒരു ട്രിപ്പിൽ മൊറോക്കോ കഴിഞ്ഞിട്ട്. മൊറോക്കോയിൽ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ മൗറിട്ടാനിയയിലും അങ്ങനെ ചോദിച്ചില്ല. ബാക്കിയുള്ള വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയിൽ പൈസ ചോദിക്കാത്ത ഒരേ ഒരു രാജ്യം. സാധാരണ ഇവിടെയുള്ള പോലീസുകാരന്മാർ വലിയ കള്ളന്മാരാണ് ബാക്കി വെസ്റ്റ് ആഫ്രിക്കയും കാട്ടി. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഭയങ്കര ബെഗ്ഗിങ് ആണ്. ബെഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. പണ്ടൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. ഇവിടുത്തെ പണ്ടൊരു സ്ത്രീ പ്രസിഡൻറ്റ്, അവർ അമേരിക്കയിൽ പോയപ്പോൾ ബെഗ്ഗേഴ്സ് പ്രസിഡൻറ്റ് ഇവിടെ വരുന്നു എന്നാണ് അവരെ എന്താ പറയുക വിശേഷിപ്പിച്ചതിൽ പോലും. ബെഗ്ഗേഴ്സ് പ്രസിഡൻറ്റ് അമേരിക്കയിൽ തെണ്ടാൻ വേണ്ടി വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വെൽക്കം ടു ഐവറി കോസ്റ്റ്. ഹലോ ചുമിച്ചാൻ നമ്മുടെ ബോർഡറിലോട്ട് നടന്നു പോവാണ്. അടുത്ത കള്ളന്മാരുടെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഐവറി കോസ്റ്റിൻ്റെ ബോർഡറിൽ ഞാൻ കയറി. സിമ്പിളായിരുന്നു. ജസ്റ്റ് അവർ എഴുതി ഒരു സ്റ്റാമ്പ് ഇട്ടു. 5 മിനിറ്റ് ഇതാ തീർന്നു. അപ്പോൾ ഞാനിനി നടക്കുവാണ്. നമ്മുടെ പപ്പായ മരങ്ങളും അവിടെ കറക്റ്റ് കേരളത്തിൻ്റെ ആ ഇത് തന്നെ. ഇവിടുത്തെ വീടുകളും ഇവിടുത്തെ ആളുകളും അവരുടെ വേഷവിധാനമൊക്കെ മാറ്റിയാൽ, എന്നിട്ട് ഇവിടെ മലയാളികൾ വന്നു നിന്നാൽ ഇത് കേരളമായിട്ട് തോന്നും. ആൻഡ് ഫൈനലി എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, വാട്ട്സ് യുവർ നെയിം? Salman. What's your name? Nice to meet you. You didn't tell us your name. Mahin. Mahin, yeah.
നമ്മുടെ ഇവിടെ എല്ലാം നല്ല അടിപൊളി നേച്ചറാണ് കേട്ടോ. അവിടെ കണ്ടില്ലേ, ഫുള്ള് റബ്ബറാണ് കേട്ടോ ഈ കാണുന്നത്. റബ്ബർ വളയാണ് ഇവിടെ, ധാരാളം റബ്ബറുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ലൈബീരിയയിലും ഐവറി കോസ്റ്റിലും ഭയങ്കര റബ്ബർ കുറേ ഉണ്ട്. ഇവിടെ റോഡൊന്നും ഇല്ല, ഇതുപോലെയാണ് ഫുള്ള് റോഡ്, മണ്ണ് റോഡാണ്. എൻ്റെ അമ്മോ, വണ്ടി ഇവിടുത്തെ റോഡെല്ലാം വെറും മോശമാണ് സംഭവം. നമ്മൾ ദനാന എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ കാറ് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അതായത് ഞാനിപ്പോൾ എമിഗ്രേഷനിൽ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് കടിച്ചു പോകുന്നതുകൊണ്ടല്ലേ എനിക്ക് വേറെ പണിയില്ലാത്ത. ഇപ്പോൾ കാറിനൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ പേപ്പറും സംഭവങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ഒരു ഓഫീസിൽ കൊണ്ടുവന്ന് നിർത്തി ഇപ്പോൾ ഒരു 2-2.5 മണിക്കൂറായിട്ട് അവരിവിടെയാണ് അതിൻ്റെ പേപ്പറിന് വേണ്ടി. അതിന് ഫ്രീ ആണ് കേട്ടോ. 2 മാസം ആക്ച്വലി ഐവറി കോസ്റ്റിൽ പുതിയ ലോ പ്രകാരം 2 മാസം അവർക്ക് ഫ്രീ ആയിട്ട് വരാം, കാറ് കൊണ്ട് കറങ്ങാം. പക്ഷേ ഇവർ 60,000 വാങ്ങിച്ചു. 60,000 ഇവിടുത്തെ ലോക്കൽ കറൻസി, സേഫ് വെസ്റ്റ് ആഫ്രിക്കൻ ഫ്രാങ്ക്. 60,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 8,600. അവരുടെ കൂടെ ഒരു 2-2.5 മണിക്കൂർ ഞാൻ സഹായത്തിന് ചെയ്തു. ലാസ്റ്റ് അവർ പറഞ്ഞ് ഇവിടം വരെ കൊണ്ടുപോകണോളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ലാസ്റ്റ് പെട്ടുപോയി. അവരവരുടെ കാര്യവും കഴിഞ്ഞ് ഞാൻ വെറുതെ അവർക്ക് വേണ്ടി വെയിറ്റും ചെയ്ത്. അവർക്കിത് ആദ്യമേ പറയായിരുന്നു. വിട്ട് നടന്ന് ഞാൻ വന്നു. ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി കുറച്ച് നേരത്തേക്ക്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ എന്തോ ആണ്. അയ്യോ, ഞാൻ പല ആൾക്കാരും ചോദിക്കും ചില സമയത്ത് യാത്രക്കാർ നിർത്തി വരാൻ തോന്നുമല്ലേ. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് തളല്ല കേട്ടോ, ഒട്ടും വയ്യ. കൂടെ ഒരു സുഹൃത്തോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ. Where are you going? Where are you going? Auto stop. ഞാൻ നേരത്തെ ഒരു ആളുടെ അടുത്ത് വണ്ടി കയറിയില്ല. അത് ഏതൊരു കാട്ടുവാസിയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരുടെ അടുത്ത് കത്തിയും കുറേ മൃഗങ്ങളുടെ തൊലിയും അതും ഇതും. ഞാൻ നാട്ടിലെടുത്ത് പേടിച്ചുപോയി. ഭാഗ്യത്തിന് ഒരു ചെക്ക് പോയിന്റ് വന്നപ്പോൾ ഞാൻ ചാടി ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എനിക്ക് പേടിയായി. ഇവിടെ നമ്മുടെ ചെക്ക് പോയിന്റിൽ നിർത്തിയിട്ടൊക്കെയാണ് ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ചെക്ക് പോയിന്റ് എത്തിയത് എൻ്റെ ഭാഗ്യം. നമ്മുടെ മഹാപ്പല എന്ന് പറഞ്ഞാൽ അടുത്തൊരു വില്ലേജ് ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വീണ്ടും ലിഫ്റ്റ് അടിച്ച് വേണം നമ്മുടെ മാനിലോട്ട് പോകാൻ. ഇവിടെ അരക്ഷിതാവസ്ഥ എന്തോ ആ സാധനം നല്ല ഉണ്ടെന്ന് തോന്നുന്നു. ഫുള്ള് മാർക്കറ്റിൽ തോക്കും പിടിച്ച് പട്ടാളക്കാരന്മാരിയ്ക്കുന്നു. എന്തിനാണെന്ന് അറിയില്ല. തോക്കൊക്കെ പിടിച്ചിരിക്കുന്നതേ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇവിടെ വഴിയിൽ അവർ മീനിൻ്റെ തലയൊക്കെയാണ് കേട്ടോ, മുള്ളു മീനൊക്കെയാണ് ഇട്ട് വിൽക്കുന്നത്. ഇതാ മീനിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇട്ട് വിൽക്കുന്ന കാഴ്ചയാണ്. ഇന്ന് രാവിലെ എണീറ്റതാണ്, ഒന്നും നടന്നില്ല. ഇന്ന് ഞാൻ മാനെന്ന് പറയുന്ന സ്ഥലത്ത് പോലും എത്തിയില്ല. ആകെ ബോർഡർ മാത്രം ക്രോസ് ചെയ്തു. ഇതൊക്കെ എനിക്കൊന്ന് അഭിജാനിന്ന് പോകുന്നതായിരിക്കണം. ഒരു വണ്ടി നിർത്തുന്നില്ല. അവസാനം ഒരു വണ്ടി ലിറ്റ്. Merci. What's your name? Mori. You? Sulu Muri. Muriയും സുലു. അയ്യോ, സമാധാനായി. നല്ല AC-ലിരുന്നവരുടെ ട്രക്കിൽ പോവാ. ഒരു വണ്ടി നിർത്തുന്നില്ല, ടാക്സി പോലും തരുന്നില്ല. ആക്ച്വലി ടാക്സി പോലും അവന്മാരെന്താന്നോ. ഓക്കെ, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു. സമാധാനായി. ഇനി ഒരു 50 കിലോമീറ്റർ ഞാൻ ഈ കാണുന്ന റോഡിലൂടെ പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഐവറി കോസ്റ്റിന്റെ റോഡുകളൊക്കെ കൊള്ളാം. ഈ ഒരു ഭാഗത്തെ റോഡുകളൊക്കെ നല്ല രസമുണ്ട്. ആകാശം എന്ന് പറയുന്ന ഒരു നഗരം ഈ മലയ്ക്ക് ഇടയിലൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു ഫുള്ള് മലയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ വെസ്റ്റേൺ ഘാട്സ് ഒക്കെ പോലെ ഫുള്ള് മലയാണ്. ഞാൻ ഇവിടെ പച്ച ടാക്സികളാണല്ലോ മുഴുവൻ. മേഴ്സി. താങ്ക് യു. വാ കേട്ടോ. അയ്യോ, ഞാൻ ഇന്ന് എനിക്ക്
താങ്ക് യു വാങ്ങാട്ടോ. ആ അങ്ങനെ ഈ ട്രക്കിലാണ് ഞാൻ ലിഫ്റ്റ് അടിച്ചു വന്നത്. അവരെൻ്റെ തൊപ്പി പോയപ്പോൾ അത് തന്നു. തൊപ്പി ഇന്ന് എനിക്ക് രാവിലെ കിട്ടിയതാണ്, ചേട്ടൻ തന്നത്. ഇത് നമ്മുടെ പച്ച ടാക്സികളാണ്. പാകിസ്ഥാനിലെത്തിയ പോലെ പച്ചയാണല്ലോ ഫുള്ള്. എല്ലായിടത്തും നല്ല ട്രാഫിക്കും സംഭവങ്ങളൊക്കെയാണ്. ഞാനൊരു ബൈക്കിൽ ലിഫ്റ്റ് അടിച്ച് കയറി. ഷെയർ ടാക്സിയൊക്കെയാണ് ഈ കാണുന്നത്. ബസ്സിൻ്റെ കോലം കണ്ടില്ല. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വണ്ടികൾ. ആളുകളെല്ലാം തന്നെ വൈകുന്നേരം ആകുമ്പോൾ അർബാനയിൽ ഈ കടയിൽ നിന്നുള്ളതും വീട്ടിൽ നിന്നുള്ളതൊക്കെ മാലിന്യങ്ങൾ കൊണ്ടുതാണ്ട് ഇതുപോലെ അർബാനയിൽ എന്നിട്ട് കൊണ്ടുപോയിട്ട് ഹലോ എന്നിട്ട് അവിടെ കൊണ്ട് തട്ടുന്നതാ. എന്നിട്ട് ആളുകൾ കൊണ്ട് തട്ടുന്നതാണ്. എന്നിട്ട് തീട്ടയ്ക്കുമാണ്. അയ്യോ എന്ത് മോശമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നേ. അയ്യോ കണ്ടോ ഓരോ ആളുകളും അവിടെ പോയി തട്ടുന്ന കാഴ്ച. അയ്യോ ഫുള്ള് തീവിട്ട് നശിപ്പിച്ച് ഇവിടെ പോകാം. അയ്യോ ഞാന് മാനിന്ന് ഒരു സ്ഥലത്തെത്തി. ഒരു മലയാളി അഭിജാലുള്ള ഒരു സുഹൈൽ ബ്രോ എന്നെ കണക്ട് ചെയ്ത് ഇവിടെ ഉള്ള നമ്മുടെ ഒരു തമിഴ് ചേട്ടനെ കണക്ട് ചെയ്ത് തന്നു. വേറെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. ഡ്രസ്സൊക്കെ എല്ലാം കഴുകിയിട്ടു. അതുകൊണ്ട് എൻ്റെ അണ്ടർവയറും ഉടുപ്പൊക്കെ കഴുകിയിട്ടൊക്കെയാണ്. പാൻറ് 5-6 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ കഴിവുള്ളൂ കേട്ടോ. കാരണം പാൻറ് കഴുകിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വേസ്റ്റ് പൗച്ചൊക്കെ ഞാനിവിടെ ഉണക്കായിട്ടൊക്കെയാണ്. നമ്മുടെ ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. அண்ணா எப்படி இருக்கு? நல்லா இருக்கேன். ரொம்ப நன்றி. ஏதாவது சொல்லணுமா? இல்ல நீங்க வந்ததுக்கு ரொம்ப நன்றி. so happy. நான் தான் வந்து நன்றி சொல்லணும். நீங்க தான் என்ன ஹோஸ்ட் பண்ணிட்டு. You are come my home. I am happy so. Like some minute I will prepare. Okay. Chapati and rice and chicken fish gravy. Wow. ഇവിടെ നല്ല സവാള അരിയാണ്. ഇവിടെ നമ്മുടെ മീന്. എത്ര നാളാച്ചെങ്ക? 9 years ஆயிருக்கு. 9 years. இந்த மால்டா மால வந்து before now 6 months. 6 months. அதுக்கு முன்னாடி அபிஜான்ல. I know 2 years before 2018 I know mom. ஓ அதுக்கு முன்னாடி அபிஜான்ல தான். அபிஜான். வேற ஆப்பிரிக்கையில வந்து வேற ஏதாவது கண்ட்ரி போச்சா? இதுக்கு முன்னாடி வந்து போர்வெல் கம்பெனில இருந்தனால எனக்கு ஓரளவுக்கு எல்லா கண்ட்ரி எல்லா ஊரும் தெரியும். போர்வெல். ഇപ്പോഴും ബോർവെൽ தான். இப்போ வந்துட்டு நான் இன்னும் വേറെ ഒരു കമ്പനിയിൽ. ഓ കുഴൽക്കിണർ നിർമ്മാണത്തിന്റെ കമ്പനിയിലായിരുന്നു. 9 വർഷമായി കേട്ടോ ഇവിടെ പുള്ളിക്കാരൻ. എന്തായാലും பார்த்ததுக்கு ரொம்ப சந்தோஷம். நாம வந்து ஆயமக்கம் தான் நைபர்ஸ் தான் കേരള തമിഴ്നാട്. പുള്ളിക്കാരൻ തക്കല വന്നിരിക്കാ. ബോർഡർ പുള്ളി മധുരയാണ് കേട്ടോ. മധുര വന്ന് ഞാൻ ഇപ്പോഴും പോയപ്പോ ഡിണ്ടിഗൽ തെരയും. അപ്പം മധുരയിലാണ് പുള്ളി താമസിക്കുന്നത്. എന്ത് ചൂട് കേട്ടോ ഇവിടെ. കുളിച്ചിറങ്ങിയതാണ്ട് വീണ്ടും വീർക്കുന്നു. ഇവിടെ ക്രിക്കറ്റ് ടീമാണ്. ഇവരുടെ തമിഴ്നാട്ട് ക്രിക്കറ്റ് ടീമാണ് നേതാജി ലവണാസ്. കേരളക്ക് വേറെ ടീം ഇരിക്കാ. കേരളത്തിന് വേറെ തനിയാ അവർക്ക് വേറെ ടീമുണ്ട്. ഓ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചോറ്, ചപ്പാത്തി, നമ്മുടെ മീൻ പൊരിച്ചത്. എൻ്റെ അമ്മ കുറേ സാധനം ഉണ്ടല്ലോ. ഇവിടെ വേണ്ട നമ്മുടെ മീൻ കറി. ഇവിടെ എന്താ മീൻ മുട്ടക്കറിയോ? കുറേ സാധനം ഉണ്ടല്ലോ. ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ അണ്ണ താമസിക്കുന്ന ഏരിയ ഇവിടെയാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതാണ് നടക്കാൻ വേണ്ടി. ഒരു നമ്മുടെ രാജസ്ഥാൻ ചേട്ടനും ഒരു നമ്മുടെ കാൺപൂർ ഹെയറിനും കൂടെ ഉണ്ട് ഇവിടെ. ബ്രോ കൈസാ? ബടിയാ. നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഇവരുടെ പ്രധാന എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ ക്ലബിങ്ങിൽ പോകുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മൾ വീണ്ടും ചെറിയൊരു ബാറിൽ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും ഒരു ക്ലബും വെച്ചിട്ട് അല്ല ഒരു സ്പീക്കറും വെച്ചിട്ട് ഒരു റൂഫിന്റെ അടിയിലോ ഒന്നിന്റെ ഇടയിലോ കുറെ ലൈറ്റും വെച്ചിട്ട് മദ്യം കൊടുക്കുന്ന പരിപാടിയാണ്. അങ്ങനത്തെ ബാർ സെറ്റപ്പാണ്. വേറൊരാളും ഉണ്ട് കേട്ടോ. ബ്രോ ഹായ് ബോലോ. അണ്ണൻ വേറെ ലെവലാണ്. പിന്നെ നമ്മുടെ കാൻപൂർ ബയ്യ അവിടെ ഉണ്ട്. മാങ്ങാ മരത്തിന്റെ മാവിന്റെ ചൂട്ടില് നമ്മളിവിടെ ഒരു ചെറിയൊരു ബാറാണ് കേട്ടോ. രാവിലെ ഞാൻ എണീറ്റു. നമ്മുടെ അണ്ണൻ്റെ കൂടെ ഇന്നലെ അണ്ണൻ
നമ്മൾ വേറെ ക്ലബിലൊക്കെ പോയി അവിടെ കുറച്ച് നേരം ഇരുന്നു വന്നു. അണ്ണൻ താണ്ടെ രാവിലെ മോർണിംഗ് ബോഞ്ചോർ ബോഞ്ചോർ. ഇവിടെ നമ്മുടെ അച്ചിക്കയാണ് കേട്ടോ. റവ പോലത്തെ ഒരു സാധനമാണ് ഇവരുടെ പ്രധാന പ്രാദേശിക ഭക്ഷണമാണ് അച്ചിക്കയും. പിന്നെ നമ്മുടെ ഫിഷൊക്കെയാണ് കേട്ടോ. ഫിഷ് ഉണ്ടാക്കുന്ന കടയാണ്. അണ്ണൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ലോക്കൽസിന്റെ അടുത്ത് എല്ലായിടത്തും ഭയങ്കര മിങ്കിളാവും കേട്ടോ. എല്ലാ മമ്മമാരുടെ അടുത്തും എല്ലാ ആൾക്കാരുടെ അടുത്തും. ബോഞ്ചോ മമ്മ സവാബിയ അച്ചക്കയും പാസോയാണ് കേട്ടോ ഈ കാണുന്ന ഇവിടെ വിൽക്കുന്നത്. മീനൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ വരുന്നു. അവിടെ മീൻ ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. ദാണ്ടെ ഫ്രൈ ആണ്. ഇവിടുത്തെ ഒരു റെസ്റ്റോറന്റ് ആണ്. ഇവിടെ നിന്ന് ആൾക്കാർ കഴിക്കുവാണ്. ഗുഡ് ഫുഡ് ഇറ്റ്സ് ഗുഡ്. എല്ലായിടത്തും എന്നെ കുറിച്ച് പറയുകയാണ് അണ്ണൻ. അവരവിടെ മറ്റേ പച്ചക്കറിയല്ല മറ്റേ സോസ് ഉണ്ടാക്കുന്ന ഇടിക്കുന്ന കാഴ്ചയാണ്. പുള്ളി ആക്ച്വലി ഭയങ്കര അടിപൊളിയാട്ടോ. ഭയങ്കര ഒരു സ്നേഹവും ഭയങ്കര ഒരു വാത്സല്യവും മനസ്സിലല്ലേ. പിന്നെ ഈ തമിഴന്മാർക്കെന്ന് പറയുമ്പോൾ ആക്ച്വലി തമിഴന്മാർ ഇന്നലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും പറയുന്നുണ്ടായിരുന്നു. മറ്റേ മലയാളിയുടെ അടുത്ത് വിളിച്ചിട്ട് അബ്ജാലുള്ള നീ എന്ത് നേരത്തെ പറയാത്ത ഇങ്ങനെ ഒരു പയ്യനാണ് വരുന്നതെന്ന്. ഞാൻ വല്ല ഇറച്ചി വാങ്ങുമായിരുന്നു അത് വാങ്ങുമായിരുന്നു. എന്നിട്ട് കുറേ ഭക്ഷണം ഉണ്ടായി. ഈ തമിഴന്മാർക്കെന്ന് പറയുമ്പോൾ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി കൂടുതലാണ്. അത് നിങ്ങൾ കണ്ടറിയാം. നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികം ആൾക്കാർ ചോദിക്കില്ല നീ ഭക്ഷണം കഴിച്ചോന്ന്. അങ്ങനെ ചോദിക്കണമെങ്കിൽ അത് മലപ്പുറംകാരോ കോഴിക്കോടുകാരോ വയനാടുകാരോ മലബാറുകാരായിരിക്കണം. ഏതെങ്കിലും ഒരു വേറൊരു വ്യക്തിയെ കാണുമ്പോൾ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു തരുന്ന, അതായത് കൂടുതൽ നമ്മുടെ സൗത്ത് കേരള ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ചോദിക്കില്ല നമ്മുടെ ആളുകൾ. ബട്ട് അതേസമയം നിങ്ങൾ മലബാറുകാരൊക്കെയാണ് കൂടുതൽ അങ്ങനത്തെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി വരുന്നത്. അത് നിങ്ങളുടെ സംസ്കാരമാണ്. അത് പല കാരണങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ആളുകൾ കണ്ടാൽ തന്നെ സാപ്പിട്ടാ അത് ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ്. അത് നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ചേട്ടൻ്റെ കൂടെ നിൽക്കുകയാണ്. ഭയങ്കര ചേട്ടൻ എന്നെ എപ്പോഴും ഹാപ്പി ആക്കുവാണ് കേട്ടോ. പുള്ളി വാങ്ങും കേട്ടോ. പുള്ളി മാത്രമല്ല ഭയങ്കര എല്ലാവരുടെ അടുത്തും മിങ്കിളായി കണ്ടില്ല. എല്ലാവരുടെ അടുത്തും നല്ല സംസാരവും എല്ലാവരെയും കയ്യിലൊതുക്കുന്ന ഒരു പ്രാകൃതം. ஏதாவது சொல்லணுமா? வணக்கம். என்னமோ அண்ணா நீங்க 2 வாட்டி போனை கத்தி கொண்டு வந்து போயிடுச்சா? ராத்திரியா டே டைம்ல? டே டைம். அது எலெக்ஷன் டைம்னால யாருமே இல்ல ரோட்ல. எலெக்ஷன் டைம்னால பப்ளிக் தான். பப்ளிக்கே வந்து கத்தி வச்சு ഫോൺ എടുത്തിട്ട് 2 പ്രാവശ്യം കത്തിയും കൊണ്ട് വന്നിട്ട് വെച്ചിട്ട് അണ്ണൻ്റെ 2 പ്രാവശ്യം ഫോൺ കൊണ്ടുപോയി. 3 പ്രാവശ്യം ഫോൺ അല്ലാതെ അടിച്ചു മാറ്റി കൊണ്ടുപോയി. 100,000 ഫിഫ ഇന്ത്യ കാസ്റ്റ് 13,000. ഓ പിന്നെ വേറെ ഒരു 3 പ്രാവശ്യം അല്ലാതെ ഫോൺ പോക്കറ്റിൽ വെച്ച് എവിടെ പോയി ആരെങ്കിലും ഒന്നെങ്കിലും പോക്കറ്റ് അടിച്ചായിരിക്കണം. അങ്ങതാ സംസാരിച്ച് നമ്മൾ അങ്ങ് പോയി. ഇവിടെയൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളും സംഭവങ്ങളാണ്. ഇവിടെ ഞാൻ കണ്ടത് ഇവിടെ സ്ത്രീകളൊക്കെ ബൈക്ക് ഓട്ടിക്കും കേട്ടോ. അത് ഭയങ്കര ഇതായിട്ട് ഞാൻ കണ്ട ഒരു സംഭവമാണ്. സ്ത്രീകൾ ബൈക്ക് ഓട്ടിക്കുന്നത്. അത് ഞാൻ ഈ അടുത്തുള്ള രാജ്യങ്ങളിലൊന്നും സ്ത്രീകൾ ബൈക്ക് ഓട്ടിക്കുന്ന കണ്ടില്ല. ഐവറി കോസ്റ്റ് വന്നപ്പോൾ സ്ത്രീകളെല്ലാവരും ബൈക്ക് ഓട്ടിക്കുന്നു. നമ്മുടെ ഓറഞ്ച് മണിയൊക്കെ പോലുള്ള മറ്റൊരു ആൾട്ടർനേറ്റീവാണ് വേവ് മണി. ഇവിടുത്തെ ഒരു ഇതാണ്. നമ്മൾ ഓൺലൈനിൽ പൈസ കൊടുത്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഒരു 10-12 മണിയായി. നമ്മളിവിടെ പൊങ്കൽ കഴിക്കാൻ വേണ്ടി പോവാണ്. അണ്ണൻ്റെ സ്പെഷ്യൽ പൊങ്കൽ ഇവിടെ താണ്ടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മെയ്ഡാണ് കേട്ടോ. മെയ്ഡ് ഓൾറെഡി വന്നതാണ്ടെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വടയാ വട ആണ്ടെ നമ്മുടെ വട ഉള്ളാലോ. മതി. പിന്നെ അത് ചമ്മന്തിയാ പീനട്ട് ചട്നി. ഇവിടെ പീനട്ട് ചട്നിയാണ് ഈ കാണുന്നത്. അടിപൊളിയാണോ? നമ്മുടെ സാമ്പാറും ഉണ്ട് ഇതിൽ കേട്ടോ. എന്ത് വേണം? ഓ അടിപൊളി. പോതും. അതുപോലെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാനിവിടെ ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും മൊബൈലിൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് റീചാർജ് ചെയ്യുന്ന പോലെയാണ്. ഇവിടെ അയ്യോ നമ്മുടെ മല ഉണ്ടോ? നമ്മുടെ നാട്ടിലുള്ള പാറയാണ്. ഞാൻ വെയിലായതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോവാണ്. മാനാണ് കേട്ടോ. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മാനാണ്. വുമൻ അല്ല, മാനാണ്. MAN. ഞാൻ കയ്യിൽ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് പോവാണ്. ഓക്കെ. പച്ച കളർ ടാക്സി കത്തിമറോ. ഫ്രഞ്ച് ആർക്കും മനസ്സിലാവാൻ ഫ്രഞ്ച് സംസാരിച്ചാൽ. മാർക്കറ്റിന്റെ അടുത്തൂടെയാണ് പോകുന്നത്. അയ്യോ ഓ ഇപ്പൊ വീണല്ല 2 സ്റ്റണ്ട് കാണിച്ച പയ്യന്മാരാണ്.
ഞാനിങ്ങനെ കാറിന്റെ എവിടെയൊക്കെ ഇരിക്കുമ്പോൾ വഴിയിൽ നിന്ന് കാണുന്ന സ്ത്രീകൾ കമന്റ് അടിക്കും കേട്ടോ, എന്റെ മുടിയെ വെറുതെ അല്ല, അവരുടെ ഒരു സന്തോഷത്തിന്. നമ്മുടെ സ്ത്രീകളുടെ തയ്യൽ ഷോപ്പ് ഇതാണ് കേട്ടോ. സ്ത്രീകള് ഫുള്ള് മാർക്കറ്റിന്റെ തിരക്കാണ്. അയ്യോ, അത് തിരക്ക് ഇല്ലാത്തതായിട്ടൊന്നും കിട്ടൂല. തുണികള്, അവരുടെ പച്ചക്കറികള്, ആഫ്രിക്കൻ മാർക്കറ്റുകൾ, എല്ലാ മാർക്കറ്റുകളും ഒരേപോലെയാണ് കേട്ടോ. അതുകൊണ്ട് കണ്ട് ആക്ച്വലി എനിക്ക് എപ്പോഴും ബോറടിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളത് പല മാർക്കറ്റുകളും ഞാൻ കാണിക്കാത്തത്. മുഴുവൻ മലയാണ്. ഞാൻ അവസാനം കാറിൽ നിന്ന് മലമുകളുടെ താഴ്വാരത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നടന്ന് നമ്മുടെ വെള്ളച്ചാട്ടത്തിലോട്ട് പോവാണ്. ലസ് കസാൻഡേസ് നാച്ചുറലെ മാൻ, ഇതാണ് കേട്ടോ. ഈ ഭാഗത്തോട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഇവിടെ ഒരു പള്ളിയിലോട്ട് വന്നാണ്. പയ്യന്മാർ എന്നെ ഭാഷാറിനോട് ഊക്കുവാണ് കേട്ടോ. നീ എന്നെ ഊക്കുവാണല്ലേ നിന്റെ ലാംഗ്വേജിൽ, ഞാൻ നിന്നെ ഊക്കൂടാ. What is your name? Mahin, what is your name? Abdul. Where are you from? I'm from this world. എനിക്ക് വെള്ളം തരുവാണ് കേട്ടോ. മേഴ്സി. ഇവിടെ എല്ലാം പച്ചമാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ കഴിവിട്ട്. താങ്ക് യു. പയ്യൻ്റെ അടുത്ത് കസ്കാഡയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. കസ്കാഡ കാണിച്ചു തരാൻ പറഞ്ഞു. കസ്കാഡ എന്ന് പറഞ്ഞാൽ വാട്ടർഫോളാണ്. ഫുള്ള് ഡ്രൈ ആണ് കേട്ടോ. ഇവിടെ ഡ്രൈ മൗണ്ടൻസ് ആണ്. ഇവിടെ വെസ്റ്റേൺ കട്ട്സ് പോലെ അല്ല. നമ്മുടെ മരിച്ചിനി വളയൊക്കെ ഇവിടെ ധാരാളം കാണാൻ സാധിക്കും. നമ്മുടെ നാട് പോലെ കപ്പയൊക്കെ ധാരാളം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവരൊക്കെ എന്തോ ക്രോപ്പൊക്കെ കൊണ്ട് പോവാണ് കേട്ടോ. ബോഞ്ചോർ സവാവിയ. എല്ലാ ആൾക്കാരും നമ്മൾ അങ്ങോട്ട് ബോഞ്ചോർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഹായ് പറഞ്ഞില്ലെങ്കിലാണ് അവർക്ക് എന്തോ പോലെ. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പരിപാടി ഇല്ലല്ലോ. ഒരു അഭിജിതരായിട്ടുള്ള ആളുകൾ കാണുമ്പോൾ നമ്മൾ വിഷ് ചെയ്യുന്ന പരിപാടി അങ്ങനെ അധികം ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ ധാരാളമുണ്ട്. ഞാൻ ആക്ച്വലി ആ പള്ളിയിലകത്ത് കയറിപ്പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൂട്ടുപിടിക്കാനാണ് കേട്ടോ. കാരണം ഇവിടെ ആരെങ്കിലും വന്ന് അവിടെ ഒരു കത്തി കാണിച്ചിട്ട് എൻ്റെ ഫോണും എല്ലാം പിടിച്ചോട്ടോ അയാളൊക്കെ എന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ടാണ് ആ പള്ളിയിലകത്ത് പോയി രണ്ടരൊക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഒരാളുടെ അടുത്തൊക്കെ ആൾക്കാരെ. കാരണം നമ്മൾ ഒരു ട്രിക്കാണ്. അതായത് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ സ്പെഷ്യലി ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമ്മൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ലോക്കൽ റെസിഡൻറ്റ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ അധികം പുറത്തുനിന്നുള്ള ആൾക്കാർ അധികം വരില്ല. അപ്പോൾ ഇവിടെ ഉള്ള ആളുകളുടെ അടുത്ത് നമ്മളൊന്ന് കമ്പനി പിടിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നോക്കുമ്പോൾ നമ്മളിവിടുത്തെ ഉള്ള ആളുകളുമായിട്ട് കുറച്ച് കമ്പനി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്രമിക്കാൻ വരുന്നവർ പോലും ചിലപ്പോൾ ആക്രമിക്കില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ മുകളിലോട്ട് കയറി വന്നപ്പോൾ ഇവിടുത്തെ നമ്മുടെ സിറ്റിയുടെ മാൻ നഗരത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നല്ല രസമല്ലേ. ഈ നമ്മുടെ മലകൾക്കിടയിൽ കിടക്കുന്ന ഒരു ചെറിയൊരു നഗരമാണ് നമ്മുടെ മാൻ എന്ന് പറയുന്നത്. ഇവിടെ നല്ലൊരു വലിയ പാർക്കിംഗ് ഒക്കെയാണ് ഇതിന് കെട്ടി വച്ചിരിക്കുന്നത്. കൊള്ളാമല്ലോ വാട്ടർഫോളിൻ്റെ ഏരിയ. നല്ല രസമുണ്ട് ആക്ച്വലി. നല്ല മനോഹരമായിട്ട് വൃത്തിയാക്കി പരിപാലിക്കുന്ന ഒരു വാട്ടർഫോൾ എന്നാണ് തോന്നുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരിലാണ് കേട്ടോ. അതായത് മാൻ വാട്ടർഫോൾ എന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിനെ അറിയപ്പെടുന്നത് തന്നെ. ഈ താഴെ കുഴിയിൽ ഇങ്ങോട്ടാണ് കണ്ടിട്ട് അവിടെ നമ്മുടെ ടിക്കറ്റ് എടുക്കാനുള്ള ഓഫീസും സംഭവങ്ങളൊക്കെ ഉണ്ട്. കയറുമ്പോൾ നമുക്ക് പഴങ്ങളും പൈനാപ്പിളും വാഴപ്പഴമൊക്കെയാണ്. ബോഞ്ചോ മദ്യമാണ് കേട്ടോ അടുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഡെറ്റോളിൻ്റെ കുപ്പി പോലെ മദ്യമാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. സവാവിയെ കസക്കാഡേസ് നാച്ചുറൽ, അതായത് നാച്ചുറൽ വാട്ടർഫോൾ എന്നാണ് ഫ്രഞ്ചിൽ അർത്ഥം വരുന്നത്. ഇതാണ് ഇവരുടെ കാശ് കൊടുത്ത് പോകുന്നതെന്ന് തോന്നുന്നു. പയ്യെ നടന്ന് ഇത് അറിഞ്ഞുകൂടാത്ത ഇതുപോലെ പോവാം. തന്നെ പൈസയും വാങ്ങിച്ചു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഉള്ളിലോട്ടാണ് കേട്ടോ. ഇങ്ങോട്ടാണ് നമുക്ക് നടന്നു പോകേണ്ടത്. ടിക്കറ്റാണ് കേട്ടോ. തളർന്നിരിക്കുവാണ് കേട്ടോ ഇവര്. മോളിൽ നിന്ന് താഴെന്ന് വന്നവരാ. അതാണ്ട് 1000 സൈഫാണ് കേട്ടോ. അവർ ടിക്കറ്റൊക്കെ തന്നു. 1000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 120 രൂപയൊക്കെ വരുമെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ വാട്ടർഫോളിലോട്ട് പോകുന്ന വഴി. നല്ലതുപോലെ അവർ മനോഹരമായിട്ട് പരിപാലിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മരം, നല്ല രസമുണ്ട്. ഞാൻ താഴോട്ട് ഇറങ്ങുവാണ്. നല്ല ക്ലീനും നീറ്റുമാണ്. ഇവിടെ എല്ലാം വഴിയരികിലും അവർ വേസ്റ്റ് ഇടാനൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. പക്ഷേ വേസ്റ്റ് ഇട്ടാൽ അത് വീണ്ടും താഴോട്ട് പോകുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ വെസ്റ്റ് ആഫ്രിക്കയിലെ ആദ്യത്തെ വെള്ളച്ചാട്ടമാണ്. വെസ്റ്റ് ആഫ്രിക്കയിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ടാണ് ആക്ച്വലി നിങ്ങൾക്ക് അതൊന്നും കാണാൻ കഴിയാത്തത്. ഇവിടെ സോളാറൊക്കെ വെച്ചിട്ടുണ്ട്. വരിയരികിൽ ഒരു സോളാർ ലൈറ്റിനൊക്കെ വേണ്ടിയായിരിക്കണം.
ഇവിടെ നമ്മുടെ കയറ് കെട്ടി പോകുന്ന പരിപാടി അതൊക്കെ ഉണ്ട് കേട്ടോ. അതിനാണിതാ ഇവിടെ നിന്ന് അവർ കയറ് കെട്ടി വെച്ചിരിക്കുന്നത്. ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ. അതാ ചെറിയ വെള്ളമാണ്, വെള്ളമൊന്നുമില്ല. ആ കാണുന്നതാണ് നമ്മുടെ വാട്ടർഫാള്. പക്ഷെ വെള്ളമൊന്നും എടുത്ത് പറയാനായിട്ടില്ല എന്നുള്ള ഒറ്റൊരു വാസ്തവമാണ്. ഐ റിയലി അപ്രിഷിയേറ്റ് ദിസ് പ്ലേസ്. അടിപൊളി, വേറെ ലെവൽ കേട്ടോ. വേറെ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പോലത്തെ സാധനങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ ഇതിനായിട്ട് കണ്ടില്ല, ഇവിടെ വൃത്തിക്ക് കുറവൊന്നുമില്ല. അതായത് ആളുകൾ വേസ്റ്റ് ഒന്നും ഇടില്ല. നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, വേസ്റ്റ് ഇടാതിരിക്കാനുള്ള സംഭവങ്ങളുണ്ട്. എന്നാലും ആളുകൾ വേസ്റ്റ് പിന്നിൽ ഇടുന്നതിന് പകരം ഇടുന്നത് വല്ല വഴിയോരത്തോ ഇതൊക്കെ കണ്ടില്ലേ. നല്ല രസമുണ്ട് കേട്ടോ. അവരിങ്ങനെ കപ്പിൾസിനും ഫാമിലിക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. വേറെ ലെവല്. പിന്നെ അവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള ഹട്ടൊക്കെയാണ് നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല അടിപൊളി വൈബ്. നമ്മളിവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. പക്ഷേ വെള്ളച്ചാട്ടത്തിൽ വലിയ വെള്ളമൊന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ മഴ പെയ്തത് കൊണ്ടാണ് ഇത്രയും കുറച്ചും കൂടി വെള്ളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് നീന്താൻ പറ്റുമെന്ന് പറഞ്ഞപ്പം പുള്ളി ഓൾറെഡി പറഞ്ഞു കണ്ടില്ലേ, വെള്ളമൊന്നും കൊള്ളൂല, ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് കൊള്ളൂല. പുള്ളി വേറൊരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി പറ്റുമെങ്കിൽ ഒന്ന് വെള്ളത്തിൽ നീരാടാം. കുറേ ആൾക്കാർ ഇവിടെ ചിത്രങ്ങളൊക്കെ എടുത്ത് നിൽക്കുന്ന പരിപാടിയാണ്. ഇവിടെയുള്ള ആഫ്രിക്കൻ സ്ത്രീകൾക്കെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അവർക്കെന്ന് പറയുമ്പോൾ ഈ ഷോ ഓഫ് കൾച്ചർ ഭയങ്കര കൂടുതലാണ്. ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ വീട്ടിൽ ചിലപ്പോൾ തുണി എടുക്കാൻ പൈസ അല്ലായിരിക്കും, അവർ ആരുടെയെങ്കിലുമൊക്കെ കൂടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഷോ ഓഫ് ചെയ്ത് അത് വാട്സപ്പ് സ്റ്റോറീസ് ഇടും. വാട്സപ്പ് സ്റ്റോറിയാണ് ഇവരുടെ പ്രധാനപ്പെട്ടത്. പിന്നെ സ്നാപ്ചാറ്റിൽ ഫോട്ടോ എടുത്ത് അത് വാട്സപ്പിലിടും. അതെവിടെ പോയാലും, വെള്ളച്ചാട്ടത്തിൽ പോയാലും റെസ്റ്റോറൻറ്റിൽ പോയാലും ഫുഡും ആ ഒരു ലക്ഷറി ലൈഫ് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇറങ്ങി, കാരണം വെള്ളച്ചാട്ടത്തിലൊന്നുമില്ല. പിന്നെ പുള്ളി മറ്റേ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ്. ഞാൻ അവിടെ തൽക്കാലം പോയില്ല. ഒരു 2 മണിക്കൂർ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഞാനിനി തിരിച്ച് നടന്ന് ഇറങ്ങുവാണ്. ഇവിടെ ആക്ച്വലി ബൈക്ക് ടാക്സിന് വലിയ പ്രാധാന്യമില്ല കേട്ടോ ഈ ഒരു സിറ്റിയിൽ. കാരണം ഇവിടെ ഓൾറെഡി മറ്റേ പച്ച ടാക്സികൾ ഞാൻ പറഞ്ഞില്ലേ, പച്ച ടാക്സി. അപ്പോൾ ആ പച്ച ടാക്സി ഉള്ളതുകൊണ്ട് വലിയ പ്രാധാന്യമില്ല. പണ്ട് കൊച്ചു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പോകില്ലേ, അത് കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഇവിടെ നമ്മുടെ പയ്യന്മാർ മാങ്ങയ്ക്ക് കല്ലെറിയുവാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ പണ്ട് മാങ്ങയുടെ മൂട്ടി കല്ലെറിയുന്ന പോലെയാണ് കേട്ടോ അവിടെ നിന്ന് കല്ലെറിയുന്ന. യെസ് യാ യു ത്രോ അവിടെ എറിയുവാണ് കേട്ടോ. കുറേ ആയിട്ട് എറിഞ്ഞു. ഒരു പെൺകുട്ടി ഒരു വലിയ ബക്കറ്റിൽ പറക്കിക്കൊണ്ട് പോകുന്ന കണ്ടായിരുന്നു. ഒരുത്ത അവിടെ പറക്കാൻ വേണ്ടി പോകുന്നു. എന്തൊക്കെ വീഴുന്നുണ്ട്, കൂടുതൽ കല്ലാണ് കേട്ടോ. പിന്നെ അവൻ തിരിച്ചു വിളിച്ചിട്ട് മാങ്ക വരുവാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് മാൻ. മാങ്ങ കേട്ടോ, അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് മാങ്ങ വരുവാണ്. കണ്ടേ, നല്ല മാങ്ങ കേട്ടോ. വീട്ടിലെത്തി, ഫുള്ള് മഴയാണ്. അയ്യോ, വമ്പിച്ച മഴ. നമ്മുടെ ഐവറി കോസ്റ്റ് മഴ ഉണ്ടോ, ഇടിവെട്ടലും മിന്നൽ വെട്ടലും മഴയും